സൗദി അറേബ്യൻ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപകർക്ക് ഇന്നു മുതൽ വൻ ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നു. നിശ്ചിത മാനദണ്ഡങ്ങളില്ലാതെ തന്നെ ലോകത്തെ ഏത് ഭാഗത്തുള്ളവർക്കും ഇനി മുതൽ സൗദി ഓഹരി വിപണിയിൽ നേരിട്ട് നിക്ഷേപം നടത്താം. കൂടുതൽ വിദേശ മൂലധനം ആകർഷിക്കാനാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റിയുടെ ഈ ചരിത്രപരമായ നീക്കം. വിപണിക്ക് കരുത്താകുന്ന പ്രഖ്യാപനങ്ങൾക്കായുള്ള കാത്തിരിപ്പ് വീണ്ടും അസ്ഥാനത്തായി. വിപണിയിൽ നിന്നുള്ള വരുമാനത്തിലേക്കായിരുന്നു ഇത്തവണയും ബജറ്റിന്റെ കണ്ണ്. ഓഹരി വിപണിയിൽ ഡെറിവേറ്റീവ് വിഭാഗത്തിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഇടപാടുകൾക്ക് ബാധകമായ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാസ്ക് ബജറ്റിൽ വർദ്ധിപ്പിച്ചു. 0.02 നിന്ന് 0.05 വർദ്ധിപ്പിച്ചത്. ഓപ്ഷൻ കോൺട്രാക്റ്റുകൾക്കുള്ള STTയും വർദ്ധിപ്പിച്ചു. വിപണിയിൽ ശതകോടികൾ ഇടപാട് നടക്കുന്ന ഡെറിവേറ്റീവ് വിഭാഗത്തിൽ ഇനിയുമുണ്ട് നികുതി ഭാരം. ഇതോടെ ഇടപാടുകൾക്ക് ചിലവേറും. ധനക്കമ്മി GDPയുടെ 4.3% നിലനിർത്തി. അടുത്ത വർഷത്തേക്കുള്ള ധനക്കമ്മി കുറച്ചു നിശ്ചയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. സർക്കാരിന്റെ കടമെടുപ്പ് പരിധി 17.2 ലക്ഷം കോടിയായി വരുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായി. അതോടെ ബോണ്ട് വിപണിയിലും ആശങ്ക ഉയർന്നു. പ്രതിരോധ ബജറ്റിൽ 1 ലക്ഷം കോടിയുടെ വർധനയുണ്ടായിട്ടും പ്രതിരോധ ഓഹരികൾ വലിയ തോതിലിടിഞ്ഞു. ബജറ്റിൽ വർധനയുണ്ടായെങ്കിലും പ്രത്യേക വൻ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ ഉണ്ടായിരുന്നില്ല. വിദേശ നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിലേക്ക് തിരികെ വിളിക്കുന്ന തരം പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാവാത്തതിലും നിക്ഷേപകർക്ക് നിരാശയുണ്ട്. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.